പിന്നെ എന്താ പറയുക. ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 2-3 ദിവസമായിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം എന്താ പറയുക, ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്കൊരു ബോറടി അടിക്കണ്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡെയിലി ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തത്. പിന്നെ ഒന്നാമത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്താ പറയുക, തീരെ ടൈമേ കിട്ടലില്ല കേട്ടോ. കാരണം നമ്മൾ മക്കളെ കാര്യം നോക്കും, വേറെയുള്ള കാര്യം നോക്കും, ഒക്കെ കൂടി ചെയ്യുമ്പോൾ തീരെ ഇതിനൊന്നും ടൈം കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്സാണ് ഇടൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. നമ്മളെ റയ്യു ബേബിക്ക് വണ്ടി നേരത്തെ വരും കേട്ടോ. അപ്പോൾ ഇന്ന് റയ്യു ബേബി രാവിലെ തന്നെ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കുട്ടികൾ വിളിക്കേക്കും നമ്മൾ പറഞ്ഞത് എന്താ പറയുക അനുസരിക്കുമാണ് കേട്ടോ. അതിപ്പോൾ നടക്കില്ല എന്ന് എനിക്ക് എന്തായാലും അറിയാം. കാരണം നമ്മളും ഇതേപോലെ നമ്മളെ ഉമ്മ 10 വിളി വിളിച്ചാൽ പോലും ഉമ്മയുടെ അടുത്തേക്ക് വരാത്ത ആളാണ് നമ്മൾ. പിന്നെ നമ്മളെ മക്കൾ ഒരു വിളി വിളിക്കുമ്പോൾ നമ്മളെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ യൂണിഫോമൊക്കെ സെറ്റാക്കിയിട്ടോ. പിന്നെ ദോശയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഓനെ നിന്ന് മേലൊക്കെ കയറ്റി വന്നിട്ടോ. അങ്ങനെ മേലേക്ക് വന്നിട്ട് ഓനെ മാറ്റി സെറ്റാക്കിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഷേസു ബേബി എന്താണ് പൗഡർ ഇടാട്ടോ. ഞാൻ റയ്യു ബേബിക്ക് ഇടണ കൊടുത്തിട്ട് അത് കണ്ടിട്ട് ഇപ്പോൾ ഷേസു ബേബി അതേപോലെ ചെയ്യാണ് കേട്ടോ. പിന്നെ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ എഴുതിയിട്ടില്ല, അപ്പോൾ ഇന്ന് അത് എഴുതിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൃതിപ്പെട്ടിട്ടാണ് ഒക്കെ ചെയ്യൽ. കാരണം നേരത്തെ വണ്ടി വരും, അപ്പത്തിന് ഇങ്ങോട്ട് ഒക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ സമാധാനമില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്താ പറയുക ഓനോട് പോയതിൻ്റെ ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ റയ്യു ബേബി പിന്നെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. സ്കൂൾക്ക് പോകാൻ നേരത്തും രണ്ടുപേരും നല്ല കളിയാണ് കേട്ടോ. പിന്നെ ഷേസു ബേബിക്കും റയ്യു ബേബിക്കും എന്ന് പറഞ്ഞാൽ പന്ത് കളി ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. അവർ രണ്ടാളും എന്താ പറയുക, നമ്മൾ ഐസ്ക്രീം വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടുന്ന പന്ത് ഉണ്ടാവുമല്ലോ, അത് എത്ര എണ്ണം വാങ്ങിച്ചിട്ടൊരു യാതൊരു കാര്യമില്ല. അത് വാങ്ങും, അതെന്താ പറയുക, പിന്നെ അതേപോലെ കളിയും, പിന്നെ പന്തവിടെയാണ് പിന്നെ കരച്ചിലാക്കാരട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു പന്തുള്ള ഉണ്ടാവുക, ആ പന്ത് പിന്നെ രണ്ടാളും തല്ലാക്കാരട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ. ആ സൈഡിൽ ഈ സൈഡിലൊക്കെ നിന്നിട്ട് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് വണ്ടി നേരത്തെ വരും. അപ്പോൾ ഷേസു ബേബി അങ്ങനെ റയ്യു ബേബി അങ്ങനെ സ്കൂൾക്ക് പോയിട്ടോ. പിന്നെ നമുക്ക് നല്ല ദോശയും ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കട്ടൻ ചായ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കും എന്താ പറയുക, സമാധാനത്തോടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ റയ്യു ബേബി അങ്ങോട്ട് പോകണം കേട്ടോ. പിന്നെ ഉമ്മ എന്നോട് ഒക്കെ റെഡിയാക്കി തന്നാലും എന്താ പറയുക എൻ്റെ കഴിയൂല എന്ന് പറയും കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ കേട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഷേസു ബേബി എന്താ പറയുക, ഓനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഓൻ രാവിലെ തന്നെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് കഴിക്കൂട്ടോ. നേരെ മറിച്ച് റയ്യു ബേബി ആണെങ്കിലോ എത്ര നമ്മൾ ഫുഡ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. എന്താ പറയുക, കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് കരുതാണ് കേട്ടോ. നമ്മളെന്നും വൃത്തിയാക്കലുണ്ട്, പക്ഷെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇത് എത്ര നീറ്റാക്കി വെച്ചിട്ടും കാര്യമില്ല, പിന്നെയും മക്കളത് കയറി മറിഞ്ഞിട്ട് പഴയ പോലെ തന്നെ ആവും കേട്ടോ. പിന്നെ ഇതൊരു പുതിയ ഐറ്റം ചോലാണ്. ഇത് നമ്മളെ അപ്പുറത്തെ വീട്ടിലെ താത്താടത്ത് കണ്ടിട്ട് ഉമ്മ വാങ്ങിയതാണ് കേട്ടോ. നല്ല പൊടികളൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലോണം പൊടി നേരെ പോകും. അപ്പോൾ അത് കണ്ടിട്ട് ഷേസു ബേബിക്ക് അത് വേണം. ഞാൻ സാധാ ചൂടെടുത്ത് കൊടുക്കുന്നു, പക്ഷെ അതൊന്നും പറ്റൂല. ഇത് വേണമെന്ന് പറഞ്ഞ ഒരേ കരച്ചിൽ കേട്ടോ. എനിക്കാണെങ്കിലോ വീഡിയോ എടുക്കും വേണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, എല്ലാതും പാടി എനിക്ക് ടൈം ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മറ്റേത് കൊടുത്തപ്പോൾ അത് വാങ്ങണമെന്നല്ല കേട്ടോ. അപ്പോൾ മെല്ലെ ഞാൻ എന്തോ പറഞ്ഞിട്ട് ഉമ്മമാക്ക് കൊടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഓനെ അവിടെ വിട്ടിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കരഞ്ഞു പറയാം കേട്ടോ ചൂടിന് വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾ ഈ മക്കളുടെ കൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഭയങ്കര റിസ്ക് ഉള്ളത് തന്നെയാണ് കേട്ടോ. ഏത് ജോലി അതിനനുസരിച്ചിട്ടുള്ളത് റിസ്ക് ഉള്ളതാണ്. പിന്നെ നമ്മളൊരു നല്ല അടിപൊളി ഒരു ഡ്രിങ്കാട്ടപ്പോൾ ഉണ്ടാക്കണത്. നമ്മൾ ഷോർട്സ് ആയിട്ട് ഇന്നലെ മിന്നാന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ABC ജ്യൂസാണ് കേട്ടോ. സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് എന്താ പറയുക, ആപ്പിൾ ഞാൻ വാങ്ങിയിട്ടില്ല. നമുക്ക് നെല്ലിക്ക ആഡ് ചെയ്യുക, ആപ്പിൾ ആഡ് ചെയ്യുക, പിന്നെ എന്താണ്
അടക്കാപ്പഴം ആഡ് ചെയ്യുക അങ്ങനെ കിട്ടും. പിന്നെ കുറച്ച് തേന് വേണമെങ്കിൽ ആഡ് ചെയ്യുക. പക്ഷേ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് കുടിച്ചിട്ട് യാതൊരു എഫക്റ്റും കിട്ടില്ല കേട്ടോ. പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ ഇത് അരിച്ചിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈബറും കാര്യങ്ങളൊക്കെ പോകും. നമ്മളിത് കുടിക്കണോട്ട് യാതൊരു നമുക്ക് എന്താ പറയുക ഒരു ബെനിഫിറ്റ്സും കിട്ടൂല കേട്ടോ. നമുക്ക് എന്താ പറയുക ഒരു ജ്യൂസ് കുടിക്കണ ആ ഒരു രീതിയിലുള്ള ഇത് വർക്ക് ചെയ്യുള്ളൂ. നല്ലോണം എഫക്റ്റ് കിട്ടണമെങ്കിൽ മധുരം ഇടാതെ ഇതുപോലെ അരിക്കാതെ നമ്മൾ കുടിക്കണം കേട്ടോ. പക്ഷെ ഭയങ്കര പാടാണ്. ബീട്രൂട്ട് ഞാൻ ആദ്യമൊക്കെ എന്താ പറയുക കുറേ എമൗണ്ട് യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്നലെയൊക്കെ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ഞാനൊരു എന്താ പറയുക ബീട്രൂട്ടും കുറച്ച് തോനെ ക്യാരറ്റും ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വല്ലാണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് കുടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും എന്താ പറയുക ഒരു ചവപ്പും അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ബീട്രൂട്ടിൻ്റെ എമൗണ്ട് കുറച്ച് നമ്മൾ ആഡ് ചെയ്താൽ നമുക്കിത് കുടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളെ സ്കിന്നിന് എന്താ പറയുക ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ഇത് കുടിച്ചാൽ 100% നമുക്ക് സ്കിന്ന് ഗ്ലോ കിട്ടും കേട്ടോ. എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാനിത് യൂസ് ആക്കിയിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അന്ന് ഞാൻ പിന്നെ രക്തം കൂടാൻ വേണ്ടിയിട്ട് എങ്ങനെയും കുടിക്കേണ്ടി വെച്ചിട്ട് മൂക്ക് പൊത്തിയിട്ടൊക്കെ ഞാൻ കുടിക്കും. അപ്പോൾ എൻ്റെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരുന്നു കേട്ടോ. ടേനൊക്കെ മാറിയിരുന്നു. പിന്നെ അതോട് നിർത്തി കേട്ടോ. ഇപ്പോൾ പിന്നെ എന്താ പറയുക നമ്മളെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് അടിപൊളി ജ്യൂസാണ് കേട്ടോ. നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടലുണ്ട് ഒരു ചലഞ്ച് 10 days ചലഞ്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക നമ്മളെ സ്കിന്നിന് നല്ല വർക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളെ അടിച്ചോരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ സെറ്റ് ആയിക്കോളും കേട്ടോ. പിന്നെ നമ്മൾ സിറ്റോട് തുടക്കാട്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക സിറ്റോട് തുടച്ചിടണം. ഇനി നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നാലും സിറ്റോട് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടാൽ എന്താ പറയുക നമുക്ക് വന്ന് കയറുന്ന സ്ഥലം എന്തായാലും നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. പക്ഷെ എന്താണ് നമ്മൾ നല്ല നീറ്റാക്കിയിട്ടിരിക്കണ ദിവസം ആരും വീട്ടിലേക്ക് വരില്ല. എന്നാൽ മറിച്ച് നമ്മളൊന്നും ഒതുക്കി പെറുക്കി വെച്ചിട്ടില്ല അന്ന് നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരും. അങ്ങനെയാണ് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതാ വാഷ് ബേസിൻ്റെ അവിടെ ഇല്ലാത്തൊരു സാധനങ്ങളും ഇല്ല കേട്ടോ. ഞാൻ ഓരോന്നും എടുത്തിട്ട് അവിടെ തന്നെ വെക്കും. പിന്നെ എന്താ പറയുക തിരിച്ചങ്ങോട്ട് വെക്കാൻ മറക്കും കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഒക്കെ നേരെ ഒതുക്കി പെറുക്കി വെച്ചു കേട്ടോ. പിന്നെ നമ്മളെന്താ പറയുക നമ്മൾ ഫുഡ് കഴിക്കണോടത്തിരിക്കണ വാഷ് ബേസാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒരു വൃത്തിയാക്കി ഇട്ടിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ബ്രഷും കാര്യങ്ങളൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഉള്ള വാഷ് ബേസ് അവിടെ ഇട്ട് ചെയ്യൽ. കാരണം നമ്മൾ ഫുഡ് കഴിക്കണോടത്ത് തന്നെ ഇങ്ങനെ നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്താൽ സ്മെല്ലും കാര്യങ്ങളും അടിക്കണ്ട വെച്ചിട്ട് അവിടെ അങ്ങനെ ചെയ്യലില്ല. ഇടയ്ക്ക് ചെയ്യും ഇടയ്ക്ക് ചെയ്യൂല കേട്ടോ. പിന്നെ നമ്മൾ മേശയൊക്കെ ഒന്ന് തുടച്ച് കസാലകളൊക്കെ ഒന്ന് തുടക്കാം കേട്ടോ. ഇതൊന്നും ഞാൻ ഇടയ്ക്കൊക്കെ ഉള്ളിട്ട് ചെയ്യുക എപ്പോഴൊന്നും ഞാൻ ചെയ്യലില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ സോഫയും കാര്യങ്ങളൊക്കെ തുടക്കാം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്ക് തുടച്ചിട്ടില്ലെങ്കിൽ പൊടിയും പൂപ്പലൊക്കെ വന്നിട്ട് ആകെ സീനായിരിക്കും കേട്ടോ. നമ്മളെന്താ പറയുക ഫസ്റ്റ് നമ്മൾ സിറ്റോടൊക്കെ തുടച്ചിടുക. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെക്കുക. പിന്നെ മേശയും നമ്മൾ കസാലൊക്കെ നല്ല എന്താ പറയുക ഒരേ രീതിയിൽ വെക്കുക. അതുപോലെ അടുക്കളയിൽ നമ്മൾ അധികമായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വെക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ വീട് എന്താ പറയുക കുറച്ച് നീറ്റായിട്ടിരിക്കും. ഇനി പെട്ടെന്ന് ആരെങ്കിലും വന്നാലും നല്ല എന്താ പറയുക കാണാനൊരു ഒതുക്കം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മളെ ക്ലീനിങ് ആണ്. പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് നമ്മൾ പാലൂർക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ച അല്ല അപ്പോൾ ശനി ഞായർ ഒഴിവല്ല. അപ്പോൾ നമ്മൾ പാലൂർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം ചായയും ഒരു മുട്ട കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.